നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതൊരു ഐസ് ഫ്രൂട്ടാണ്. നമ്മൾ മുന്തിരി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു ഐസ് ഫ്രൂട്ട്. ഒരു 3 ഇൻഗ്രീഡിയൻസ് വേണ്ടോ നമുക്കിത് ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറോ അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 2 കപ്പോളം നല്ല കറുത്ത മുന്തിരി, നമ്മൾ മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടാക്കണ ഒരു മുന്തിരിയിൽ കുരുവൊക്കെയുള്ള മുന്തിരി, ആ ഒരു മുന്തിരി എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും അളക്കാനായിട്ട് എളുപ്പത്തിനായിട്ട് കപ്പിൻ്റെ കണക്കാന്ന് പറയുന്നത്. കപ്പില്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിൽ അളന്നാലും മതി. അപ്പോൾ അത് സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം കൂടി അളന്നെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മുന്തിരി മുങ്ങിക്കിടക്കണം അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഒരു 1.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അതായത് മുന്തിരി അളന്നിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 1.25 കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇത്രത്തോളം വെള്ളമാണുള്ളത്. ഈ ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൽ മധുരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കണ മുന്തിരിക്ക് അനുസരിച്ചിട്ട്, അതായത് മുന്തിരിയുടെ പുളിക്ക് അനുസരിച്ചിട്ടാണ് മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുക. പിന്നീട് വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് മധുരം പിന്നെ ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 6 ടേബിൾ സ്പൂൺ മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മുന്തിരി തിളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയണോളം തന്നെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. 10 മുതൽ 15 മിനിറ്റോളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം അങ്ങനെ 10 മിനിറ്റോളം തിളച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കുരും പിന്നെ തോലൊക്കെ വേർപെട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊന്നും കാണാത്ത രീതിയിൽ, ആ ഒരു പൾപ്പില്ലേ അതൊന്നും കാണാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു രീതിയിലാവണ വരെ നമ്മൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഈ ഒരു രീതിയിലാവണ വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പിന്നീട് ഇത് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് മിക്സിയിലൊന്നും അടിക്കാണ്ട് ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഈ ജ്യൂസ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം അരിച്ചെടുക്കുക. അരിച്ചെടുക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ജ്യൂസൊക്കെ അരിക്കാൻ ഉപയോഗിക്കണം ഇങ്ങനത്തെ ഒരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എല്ലാം അങ്ങനെ നന്നായിട്ട് ഇതിൽ തന്നെ വെന്തുടഞ്ഞ് ആ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണം കേട്ടോ നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ആ ജ്യൂസ് കിട്ടുള്ളൂ നമുക്ക്. അപ്പം നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ മധുരമൊക്കെ നോക്കുക. മധുരം കുറച്ച് കൂടുതലായിട്ട് വേണം, എന്നാലാണ് നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കുന്ന സമയത്ത് ഇതിനാവശ്യത്തിന് മധുരം ഉള്ളതായിട്ട് തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മധുരം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് മോൾഡ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇതുപോലത്തെ ചെറിയൊരു ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് ഇത് ഒഴിച്ച് വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെറിയ ഒരു 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇതുപോലത്തെ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് രണ്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഐസ് ഫ്രൂട്ടൊക്കെ സെറ്റാക്കി എടുക്കാം. പിന്നെ ഈ ഗ്ലാസിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഈ ഒരു ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കാൻ നിൽക്കേണ്ട, ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ഗ്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ചെറിയൊരു ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ കാണാനും നല്ല രസമായിരിക്കും. അതല്ലെങ്കിൽ ചെറിയ പേപ്പർ ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഒരു ബേക്കിംഗ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബേക്കിംഗ് പേപ്പർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അങ്ങനെ എടുക്കാം. അതായത് ഇപ്പോൾ പാലിൻ്റെ കവറൊക്കെ ഇല്ലേ, മിൽമേയുടെ കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതായത് ആ സ്റ്റിക്ക് നമുക്ക് ഇറക്കി വെക്കാവുന്ന രീതിയിലുള്ള ഒരു നീളത്തിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി ആ സ്റ്റിക്ക് ആ ഹോളിലൂടെ ഒന്ന് ഇറക്കിയാൽ മാത്രം മതി. പിന്നെ ബാക്കിയുള്ള ജ്യൂസും ഗ്ലാസ്സുകളിലാക്കിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സ്റ്റിക്ക് നേരെ നിൽക്കും. അതല്ലാതെ നമ്മൾ ആ ഒരു ജ്യൂസിലോട്ട് നേരിട്ട് ഇടുകയാണെങ്കിൽ അത് നേരെ ഒന്നും ആവില്ല നിൽക്കുന്നുണ്ടാവുക. പിന്നീട് നമ്മൾ പുറത്തെടുക്കുമ്പോൾ, അതായത് കഴിക്കാനായിട്ട് പുറത്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റിക്കിൻ്റെ പകുതി ഭാഗങ്ങൾ നമുക്ക് പുറത്തേക്കൊക്കെ നിൽക്കുന്നത് കാണാം. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ നേരെ നിൽക്കണോണ്ട് തന്നെ കറക്റ്റ് നമുക്ക് ഐസ് ഫ്രൂട്ട് കഴിക്കണ പോലെ തന്നെ ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ 3 ഗ്ലാസ്സിലും ഇതുപോലെയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രം പുറത്തെടുക്കുക. ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും ചിലപ്പോൾ വെക്കേണ്ടിയൊക്കെ വരും. അത് നിങ്ങളുടെ ഫ്രിഡ്ജിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മളിത് ഓവർനൈറ്റാണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിറ്റേ ദിവസം എടുത്തപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്.
അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ അത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. മുന്തിരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് താഴെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അത് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കമൻറ്റ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടൊന്നും ഇല്ലെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.